ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കല്ലുമ്മക്കായ കൊണ്ടുള്ള ഒരു റൈസാണ്. കല്ലുമ്മക്കായ ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെമ്മീൻ കൊണ്ടും ചെമ്മീൻ റൈസ് ഉണ്ടാക്കാറുള്ളത്. സെയിം റെസിപ്പി തന്നെയാണ് കല്ലുമ്മക്കായ വെച്ച് ചെയ്യുന്നത്. ചെമ്മീൻ റൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാം. ഇപ്പോൾ കല്ലുമ്മക്കായാണ് എൻ്റെ കയ്യിലുള്ളത്. അതിനുവേണ്ടി ഞാൻ കല്ലുമ്മക്കായ നന്നായി ക്ലീൻ ചെയ്തിട്ട് അത് ഒരു അരിപ്പയിലൂടെ വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്യുമ്പോൾ എന്ത് സംഭവം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും അതിലെ വെള്ളം മൊത്തം കളഞ്ഞ് മാരിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ മാരിനേഷനൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴുകി വൃത്തിയാക്കി വെള്ളം കളയാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന അരി എന്ന് പറയുന്നത് ജീരകശാല റൈസാണ്. വളരെ ചെറിയ അരി, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബസ്മതി അല്ല ഉപയോഗിക്കുന്നത്, ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് അരിയാണ്. ഇതുപോലത്തെ 2 ഗ്ലാസ് അരി. ഈ 2 ഗ്ലാസ് അരി ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും കുതിർത്ത് വയ്ക്കണം. അതിനുശേഷം അത് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ വെള്ളം മാറ്റി എടുത്ത് വയ്ക്കണം. ആ വെള്ളത്തോടു കൂടി എടുത്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പാടില്ല, എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ ഇതിലെന്തൊക്കെയാണ് വെജിറ്റബിൾസ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, പുതിനയില വേണ്ട, മല്ലിയിലയാണ് വേണ്ടത്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ഒരു പച്ചമുളകും. ഈ പച്ചമുളക് ഭയങ്കര സ്പൈസി ആയതുകൊണ്ടാണ് ഞാൻ ചതയ്ക്കാത്തത്. ചതച്ച് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും. നടുകീറി ഇടുകയാണ് ചെയ്യുക. പിന്നെ ഇത് തക്കാളി നീളത്തിലോ ചെറുതാക്കി എങ്ങനെയെങ്കിലും ചെറുതാക്കി അരിഞ്ഞാൽ മതി, അത് വെന്ത് കിട്ടണം. അപ്പോൾ അതുപോലെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അരിയാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണിത്. ഒരുപാട് വലിയ തക്കാളി എടുത്താൽ പുളി കൂടിപ്പോവും. ഇതൊരു മീഡിയം സൈസ് തക്കാളിയാണ്. ഇത് സബോള, ഒരുപാട് സബോളയൊന്നും വേണ്ട. ഇതൊരു വലിയ സബോളയുടെ പകുതിയാണ്, കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, 2 ഗ്ലാസ് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് നിങ്ങൾ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതൊക്കെയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തത് പറയാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കോലം, ഒരു ബേ ലീഫ്, ഒരു 2-3 ഏലക്ക, ഒരു ചെറിയ ഒരു പീസ് ജാതിപത്രി, ഒരു പട്ട. ഇതൊക്കെ നമ്മൾ ആദ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, അത് റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നിൽ നമുക്ക് മുഴുവൻ മസാലയായിട്ട് വേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ചതച്ചിട്ട്, മിക്സിയിലല്ല, ചെറിയ നമ്മുടെ ഇടികല്ലിലിട്ടിട്ട്, മിക്സിയിലിടണ്ട, ജസ്റ്റ് ഇതൊന്ന് 2-3 പീസായി പോവും. പിന്നെ ഇതൊന്ന് നടു പൊട്ടിച്ചിടുക. ജാതിപത്രി ഓൾറെഡി പൊടിഞ്ഞ് ഞാൻ അടിക്കുന്നത്, അത് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ടാൽ മതി. തക്കോലം, ഏലക്ക, ഗ്രാമ്പു, ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഈ ഏലക്കൊക്കെ ചതച്ചെടുത്തിട്ടില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേലോട്ട് വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക. മിക്സിയിലിടരുത്, ഒരു ചെറിയ നമ്മുടെ ഇടികല്ലിലിട്ട്. ഇതൊരു ചെറിയ ഒരു പിടി തേങ്ങയാണ്, അതും ഇതിലോട്ട് ആവശ്യമുള്ളതാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. കല്ലുമ്മക്കായ മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരൊറ്റ പാത്രം മതി. റൈസ് വേറെ, ഗ്രേവി വേറെ, അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒറ്റ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കല്ലുമ്മക്കായ കിട്ടുന്നവരൊക്കെ പരീക്ഷിച്ച് നോക്കുക. കല്ലുമ്മക്കായ ഇല്ലെങ്കിൽ ചെമ്മീൻ വെച്ചിട്ടും ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇടുക. കുറച്ച് കൂടുതൽ മുളക് പൊടി ഇടണം, കാരണം നമ്മുടെ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിൽ മുളക് പൊടി ഒന്നും ഇടുന്നില്ല. ഇത് വറുത്ത എണ്ണയിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എരിവ് പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തവർ കുറച്ച് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചിട്ടാൽ മതി മഞ്ഞൾപ്പൊടി, കാരണം നമ്മളിനി റൈസിലോട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ്, സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടുക, കാരണം അതിൽ ഓൾറെഡി ഒരു സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ചിടുക. പിന്നെ ഇനി കുറച്ച് കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അത് ഒറിഗാനോയുടെ ടിന്നിലിട്ട് വെച്ചതാണ്, അതല്ല ഒറിഗാനോ അല്ല, കുരുമുളക് പൊടിയാണ്. ഇനി ഇത് കുറച്ച് ഗരം മസാല, നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല ഗരം മസാലയാണ്, ഇത് കുറച്ചിടാം. ഇനി ഇതിലോട്ട് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു പീസാണ് ഞാൻ ഇടുന്നുള്ളൂ, ഒരുപാടില്ല. നാരങ്ങയുടെ നീര് അതിലോട്ട് പിഴിഞ്ഞൊഴിക്കുക. ഒരു ചെറിയൊരു പുളിക്ക് നാരങ്ങ നീര് ഒഴിക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയും നെയ്യും ഉപയോഗിച്ചിട്ടാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക.
ഇതെല്ലാം കൂട്ടി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല. അതൊക്കെ നമ്മൾ റൈസിലോട്ട് ചേർക്കുന്നതാണ്. ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില ഇതൊക്കെ ചേർത്താൽ നമ്മുടെ എണ്ണ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിത് റൈസ് ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞ എണ്ണയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ സൂക്ഷിച്ച് എണ്ണ കരിയാതെ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ എണ്ണയിൽ തന്നെ റൈസ് ഉണ്ടാക്കാൻ പറ്റില്ല. ആ എണ്ണയിൽ തന്നെ റൈസ് ഉണ്ടാക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത്. വറുത്ത ഓയിൽ തന്നെ, അതായത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഇതൊരു 15 മിനിറ്റ്സ് നമ്മളിത് ഒന്ന് മാറ്റി വയ്ക്കണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരിയൊക്കെ കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ആവും. ഒരുപാട് സമയം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ 1 നൈറ്റ് ബിഫോർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് പെട്ടെന്ന് അതിൽ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 15 മിനിറ്റ്സ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അരിയൊക്കെ നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അരി നന്നായി നമ്മുടെ കൈ കൊണ്ട് തിരുമ്പി ഒരു 2-3 ടൈംസ് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് അരിപ്പയിലൂടെ വെള്ളം വാർത്ത് വെക്കണം. അങ്ങനെയാണ് അരി പ്രിപ്പയർ ചെയ്യേണ്ടത്. ജീരകശാല റൈസാണ് വെച്ചിട്ടുള്ളത്. ബസ്മതി അല്ല, വളരെ ചെറിയ ജീരകശാല റൈസ്. ഇപ്പം നമ്മൾ ബിരിയാണി അതായത് കല്ലുമ്മക്കായ റൈസ് ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ വലിയ പാത്രം ആയതുകൊണ്ട് ഒറ്റ സ്ലോട്ടിൽ തന്നെ ചിലപ്പോൾ കല്ലുമ്മക്കായ ഫ്രൈ ആയി കിട്ടും. അതിപ്പോൾ ചെമ്മീനായാലും ചിക്കൻ പോലെ ഒരുപാട് വലുപ്പമല്ലല്ലോ അതിന്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് നന്നായി കുറച്ച് കൊടുക്കുക. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. കാരണം നമ്മുടെ എണ്ണ കരിയാൻ പാടില്ല. കാരണം ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ റൈസ് കുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇതിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഒറ്റ സ്ലോട്ടിൽ തന്നെ നമ്മുടെ കല്ലുമ്മക്കായ മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി കല്ലുമ്മക്കായ ഒരു വളരെ മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്. അതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അത് ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യുന്നത്. എന്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഒന്ന് അടച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും. കല്ലുമ്മക്കായ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരുപാട് നേരം ചെയ്യേണ്ട. സീ ഫുഡൊക്കെ അങ്ങനെയാണ്. കല്ലുമ്മക്കായ ആയാലും പ്രോൺസ് ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. ഇപ്പം നമ്മൾ നമ്മുടെ കല്ലുമ്മക്കായ മൊത്തം ഇതേവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ക്വാണ്ടിറ്റി കുറയും, കുക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അപ്പോൾ കല്ലുമ്മക്കായ മൊത്തം ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സമയം വൈകിക്കാൻ പറ്റില്ല. വേഗം തന്നെ ഓയിലിൽ റൈസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഓയിൽ കരിഞ്ഞു പോകും. ഇത് നമ്മുടെ കല്ലുമ്മക്കായ വറുത്ത് വെച്ചിട്ടുള്ള ഓയിലാണ്. ഈ ഓയിലിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യൊന്നിട്ടിട്ട് അത് മെൽറ്റായി വരാനും നിൽക്കണ്ട. അതിന് മുകളിൽ തന്നെ നമ്മുടെ മസാലകൾ, മുഴുവൻ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു മുരിഞ്ഞ ആ മസാലകളൊന്നും പൊരിഞ്ഞില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ വെളിച്ചെണ്ണ ഇതിലുണ്ട് കേട്ടോ. അതുകൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം. മസാല ഒന്ന് മുരിയട്ടെ. നമ്മുടെ മസാലയൊക്കെ നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മുടെ എണ്ണ കരിയാനുള്ള ചാൻസ് നന്നായി കുറവായിരിക്കും.
നല്ല മണം വരുന്നുണ്ട്. നല്ല കല്ലുമ്മക്കായയുടെ എല്ലാ ഫ്ലേവറും ഉള്ള എണ്ണയാണിത്. ആ വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ആ വെളിച്ചെണ്ണയുടെ മണം കല്ലുമ്മക്കായയുടെ സ്മെല്ലും കൂടി നല്ല സ്മെല്ലാണ് വരുന്നത്. മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലൈറ്റായിട്ടൊന്ന് തീ കൂട്ടി വയ്ക്കാം. ഒരുപാട് കൂട്ടരുത്, കുറച്ച്. കാരണം സവോള ഇട്ടത് കൊണ്ട് ഇനി എണ്ണ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാലും നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് പോരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ, നേരത്തെ തീരെ ലോ ഫ്ലെയിമിലായിരുന്നു ഇരുന്നിരുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പച്ചമുളക് നടുകീറി ഇതിലോട്ട് ഇടാം. കാരണം ഇപ്പോൾ ഈ ഓയിലിൽ തന്നെ നല്ല സ്പൈസി ആയിരിക്കും, നല്ല എരിവുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ ഇനി പച്ചമുളക് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ റൈസിൻ്റെ എരിവ് കൂട്ടും. അതുകൊണ്ട് ഇത് ഓൾറെഡി നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ഗ്രീൻ കളറിലുള്ള നീളം കൂടിയ പച്ചമുളകാണെങ്കിൽ ചിലപ്പോൾ അധികം സ്പൈസി ആയിരിക്കില്ല. അപ്പോൾ പിന്നെ 2 3 ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എരിവുള്ളത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് ഇടുന്നത്. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് മൂക്കട്ടെ. അതിന് മുമ്പ് കുറച്ച് മല്ലിയില അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കല്ലുമ്മക്കായ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എപ്പോഴും കിട്ടില്ല. അപ്പം ചെമ്മീൻ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കൂന്തലിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി ഈ എണ്ണ നമ്മൾ എടുത്തപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു വെളിച്ചെണ്ണ. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളെല്ലാം റെഡി ആക്കിയിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതിൻ്റെ എല്ലാ ഫ്ലേവറുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൈസിലോട്ട് എണ്ണത് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ തന്നെ എല്ലാം കൂടി ഇടണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മുടെ സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും മൂക്കണ്ട, എന്നാൽ അത്യാവശ്യം ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി മുളക് പൊടിയും കുരുമുളക് പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയുടെ പൗഡറും ഇട്ട് കൊടുക്കുക. അത് നന്നായി മൂത്ത് വരണം. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂക്കണം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്തുമണം പുറത്തോട്ട് വരും. പ്രത്യേകിച്ച് ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും, കളർ കുറവായിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായി മൂത്ത് വരും. ഇതിപ്പോൾ നല്ല മുരിഞ്ഞെടുക്കുന്ന നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. തക്കാളി നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ അതൊന്ന് നല്ല പഴുത്ത തക്കാളി കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ല ഈസി ആയിട്ട് അത് വെന്ത് കിട്ടും. ഇതിപ്പോൾ അത്ര പഴുത്ത തക്കാളിയല്ല, എന്നാൽ പച്ചയല്ല. അപ്പോൾ നന്നായി പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കുക, അത് നന്നായി മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയൊക്കെ വേവിക്കാൻ വെച്ച ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഉണ്ടാക്കാനുള്ള വെള്ളം അളന്ന് വയ്ക്കുക. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, 2 ഗ്ലാസ്. അതിന് ആ സെയിം ഗ്ലാസ് കൊണ്ട് തന്നെ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള മെഷർമെൻറ്റിലാണ് വെള്ളം എടുക്കാറ്. അപ്പോൾ എല്ലാവരും മിക്കവാറും ആളുകൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള മെഷർമെൻറ്റിലാണ് വെള്ളം എടുക്കുക. നിങ്ങൾ അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ എടുക്കുക. ഞാൻ എപ്പോഴും 1 കപ്പിന് 2 കപ്പ് ആണ് വാട്ടർ എടുക്കാറ്. ആ ഒരു വേവാണ് എനിക്ക് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 4 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഒരു അരിപ്പയിൽ അരിച്ച് വെള്ളം കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ പെട്ടെന്ന് പണികൾ കഴിക്കണം. കാരണം നമ്മുടെ എണ്ണയൊന്നും കരിഞ്ഞു പോകാതെ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ആ സമയത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ആവുമ്പോൾ തക്കാളി ഒന്ന് വേവുമ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി ഇപ്പോഴല്ല ഇടുന്നത്, അത് ഞാൻ പറയാം. നമ്മുടെ തക്കാളി ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് പാകത്തിന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി ഒരുപാട് വേവാൻ നിൽക്കണ്ട, നമ്മളിതിന് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇടുന്ന് വെന്തോളും. പക്ഷേ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലോട്ട് ഞാൻ ഒഴിക്കുന്നത്.
ഞാൻ സെയിം എടുത്തിട്ടുള്ള അരി എടുത്തിട്ടുള്ള ഗ്ലാസ് കൊണ്ട് തന്നെ 4 ഗ്ലാസ് വെള്ളം. ഞാൻ പറഞ്ഞു ഞാൻ 1 കപ്പിന് 2 കപ്പ് എന്ന മെഷർമെൻറ്റിലാണ് വെള്ളം എടുക്കുന്നത്. അതുകൊണ്ട് ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഉപ്പ് എങ്ങനെയാണെങ്കിൽ അതുപോലെ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം എനിക്കൊരു ഉപ്പ് പോരാ, ആ വെള്ളത്തിൽ ഉപ്പുണ്ടാവണം. ഉപ്പായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള ചെറുനാരങ്ങയിലാണെങ്കിൽ ഇങ്ങനെ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു അരിപ്പയിലൂടെ അരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് അരിച്ചോ ഇട്ട് കൊടുക്കുക. കുരു വീഴരുത്. അവിടെ വലിയ ചെറുനാരങ്ങയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് എടുത്തിട്ട്. നമ്മുടെ നാട്ടിലെ ചെറുനാരങ്ങ ആണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് കൊടുക്കുക. തീരെ ചെറുതാണെങ്കിൽ ഒരു ചെറുനാരങ്ങ ഫുൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇപ്പം നമ്മുടെ അരി വിടാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അരി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തു. നമ്മുടെ 2 ഗ്ലാസ് അരിയാണ്. ഇതിലോട്ടിട്ട് നന്നായിട്ട് അത് ഇളക്കി ഇനി ഇത് ഒന്ന് മൂടി വയ്ക്കാം. അത് മൂടി വെച്ചതിന് ശേഷം നമുക്കതിലൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അത് നമ്മുടെ തേങ്ങയാണ്. തേങ്ങ നമ്മളെടുത്ത് ഒന്ന് ജസ്റ്റ് അരി ഇട്ടിട്ട് ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം. അരി ഇട്ടതിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായി ചിരകിയ തേങ്ങ തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാതെ അതിൽ നമ്മുടെ ചകിരിയുടെ പൊടിയോ അങ്ങനെയൊന്നും പെടരുത്. കാരണം ഇത് റൈസിൽ കിടന്ന് വേവാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കുക. നമ്മൾ വീണ്ടും അടച്ചേക്കുക. ഇനി ഇത് വെച്ച് എവിടെയും പോകരുത്. കാരണം ഇത് വറ്റുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ അത് അടി പിടിച്ച് പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അരി വറ്റുന്നത് വരെ ഒന്ന് നോക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് അരി വറ്റരുത്. ചെറിയ ലൈറ്റായിട്ടൊരു നനവുള്ളതുപോലെ വറ്റിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല മോയ്സ്ചറായിട്ടുള്ള നമ്മുടെ റൈസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കും. കഴിക്കുമ്പോൾ നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അരി കറക്റ്റ് വറ്റിക്കുന്ന പോലെ ചെയ്യുക. അത് അടി പിടിക്കാനായിട്ട് ചാൻസ് കൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ അരി നന്നായി വെന്തിട്ടുണ്ട്. അരിയൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ചെറിയൊരു നനവോട് കൂടി നമ്മൾ തീ ഓഫ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ മാറ്റി നന്നായിട്ട് ഇങ്ങനെ പരത്തി വെച്ചതിന് ശേഷം ഇപ്പം നമ്മുടെ റൈസ് ഞാനൊന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ കല്ലുമ്മക്കായ നിരത്താം. ഒരു ടിഷ്യൂ പേപ്പറിലാണ് വെച്ചിട്ടുള്ളത്. ഓയിൽ ആവാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ നിരത്താം. അപ്പോൾ നമ്മളിത് കല്ലുമ്മക്കായ ഒക്കെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് ഇങ്ങനെ നല്ല ആ ചൂടോട് കൂടി നമ്മൾ ഇടുമ്പോഴാണ് ടേസ്റ്റ്. അത് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അതിലോട്ടധികം ഞാൻ മല്ലിയില ഇടാറില്ല. അത് വേവിച്ച ടേസ്റ്റാണ് വരിക. ഇതാകുമ്പോൾ അതിൻ്റെ ഫ്രഷായിട്ടുള്ള മണം നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടി
ഗരം മസാല മുകളിലോട്ട് വിതറി കൊടുക്കുക. ഞാൻ എല്ലാ ബിരിയാണിക്കും ചെയ്യാറില്ല തന്നെയാണ് മുകളിൽ. ഇതിലിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഇടുന്നില്ല എന്നേ ഉള്ളൂ, അത് ഇടാറില്ല. കല്ലുമക്കായ്ക്കും പ്രോൺസിനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഇത് വീട്ടിലുണ്ടാക്കുന്ന മസാലപ്പൊടി ആയതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇട്ടത്. വാങ്ങിക്കുന്ന മസാലപ്പൊടി ആകുമ്പോൾ അതിൻ്റെ സ്മെല്ല് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് നോക്കുക. ഞാൻ വാങ്ങിക്കാറില്ല, അപ്പോൾ എനിക്കറിയില്ല. ഇനി ഇത് നമ്മുടെ ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. മുകളിലോട്ട് കുറച്ച് നീര്, കുരുവൊന്നും വീഴാതെ കുരുവൊക്കെ മാറ്റിയിട്ടുള്ള ചെറുനാരങ്ങ നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ വെളിച്ചെണ്ണ, നമ്മൾ ഈ വറുത്ത വെളിച്ചെണ്ണ, അതും നെയ്യും കൂടിയിട്ടുള്ളതാണത്. അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. അത് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ അതുപോലെ തന്നെ കിട്ടാനാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ നെയ്യ്, ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇത് നെയ്യ് ഓപ്ഷണലാണ്, നമ്മൾ മറ്റേത് ഇട്ട കാരണം നമുക്കിപ്പോൾ നെയ്യ് കഴിക്കാൻ പറ്റാത്തവർ ഇട്ട് കൊടുക്കണ്ട. കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അപ്പം തന്നെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഇതിപ്പോൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്യുന്നില്ല. നമ്മളിത് കഴിക്കാൻ സമയത്ത് ഒരു 15 മിനിറ്റ്സ് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അടി പിടിക്കില്ല. ഇതിപ്പോൾ നിങ്ങളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ നമ്മളൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ആ സ്റ്റീലിൻ്റെ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ നല്ല തിളച്ച വെള്ളവും വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് ആ ദോശക്കല്ല് ചൂടായതിന് ശേഷം മുകളിൽ പാത്രം വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് സമയം ഈ 10-15 മിനിറ്റ് അങ്ങനെ വെക്കുക. ദം ചെയ്യാനും മുകളിൽ കനലിടാനൊക്കെ പറ്റാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്കിപ്പോൾ കനലിടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് ഞാൻ നേരെ ഡയറക്റ്റ് അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടിയില്ല. ചട്ടി ഉണ്ടെങ്കിൽ അതിന് പുറത്ത് വെച്ചാലും മതി. അങ്ങനെ നമ്മളത് ബേക്ക് ചെയ്തെടുക്കണം. അത് ഞാൻ ലഞ്ച് ടൈമിൽ എടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ നമ്മുടെ തൈര് കൊണ്ടുണ്ടാക്കുന്ന നോർമൽ സബോളയൊക്കെ ഇട്ടിട്ടുള്ള സാലഡും എന്തെങ്കിലും ഒരു അച്ചാറും ഒരു മുട്ട പുഴുങ്ങിയതാണ് കഴിക്കുന്നത്. മുട്ടയൊന്നും നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് വെറുതെ ആയാലും കഴിക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു സൈഡ് വെക്കുന്നത് അതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളിത് ഞാൻ ലഞ്ച് ടൈം ആകുമ്പോൾ നിങ്ങൾക്കത് ഞാൻ ബേക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിവിടെ ലഞ്ച് ടൈമായി, ഞാനിപ്പോൾ കഴിക്കാൻ പോകാറായി. ഞാനിപ്പോൾ രാവിലെ തന്നെ ഇത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇരിക്കുന്നത്. മല്ലിയിലൊക്കെ ഒന്ന് വാടി എല്ലാം ഒന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് വളരെ ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, കാരണം ഇത് അടിയിൽ വേറെ ചട്ടിയൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പറ്റില്ല. ഡയറക്റ്റ് ഫയർ വരുമ്പോൾ അടി ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിട്ട് 15 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് കഴിക്കാനായിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കതൊരു 15 മിനിറ്റ്സായി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഇനി ഓഫ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്ത് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാം, പക്ഷെ എന്നാലും എങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതൊക്കെ അങ്ങോട്ട് മാറ്റി ഈ അരി ഒന്ന് സൈഡിലോട്ടൊന്ന് ഇളക്കി കുറച്ച് സമയമായ കാരണം അരി ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാകും, പക്ഷെ കുഴപ്പമില്ല, അത് ഇളക്കി കഴിഞ്ഞാൽ ശരിയാവും. നല്ല ചൂടായിട്ടുണ്ട്, അടിയൊന്നും പിടിച്ചിട്ടില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ടാണ്. സ്റ്റീൽ പാത്രം ഒരിക്കലും ഇങ്ങനെ ഡയറക്റ്റ് തീയിലോട്ട് വെക്കരുത്. അപ്പോൾ താഴെ എന്തെങ്കിലും സപ്പോർട്ടിന് കൊടുക്കണം. ഇനി നമ്മൾ ഇന്ന് കുറച്ച് കല്ലുമക്കായ എടുത്ത് അടിയിലിടാം. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ റൈസ് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രം എടുത്ത് മുകളിലോട്ട് വെച്ച് കമത്താം. ഇപ്പോൾ നമ്മുടെ കല്ലുമക്കായ ബിരിയാണി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സൈഡ് എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം. ഇനി നമ്മൾ ആദ്യം ഞാൻ ഇവിടെ നാരങ്ങാച്ചാറാണ് ഇട്ടത്. എൻ്റെ കയ്യിൽ നാരങ്ങാച്ചാറാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ നാരങ്ങാച്ചാർ ഇട്ടത്. നിങ്ങളുടെ കയ്യിൽ മാങ്ങാച്ചാറാണെങ്കിൽ മാങ്ങാച്ചാറായാലും ഇടാൻ കുഴപ്പമില്ല. ഇനി ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്. എന്തൊക്കെയാണ് സൈഡ് വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് നമ്മുടെ സാലഡ്, ഇത് നോർമൽ നമ്മുടെ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള സാലഡ്, തൈര്, കുക്കുംബർ, പിന്നെ സബോള, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, പാകത്തിന് ഉപ്പ്, ഇതൊക്കെ കൂടി ചേർത്തിട്ടുള്ള
നമ്മുടെ സാലഡാണ്. ഇതൊക്കെ കൂടി ചേർത്ത് പിന്നെ ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ സൈഡ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ ബിരിയാണി കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങാ ചമ്മന്തി കൂടി വെക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മുട്ടയും അച്ചാറും സാലഡുമാണ് വെച്ചിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. കല്ലുമ്മക്കായോ ചെമ്മീനോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, കൂന്തൽ വെച്ച് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. കല്ലുമ്മക്കായും ചെമ്മീനാണ് ഞാൻ ഉണ്ടാക്കാറ് ഇതുപോലെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ സീ ഫുഡൊക്കെ അലർജി ഉള്ളവർ ഇത് കഴിക്കാനോ ഉണ്ടാക്കാനോ നോക്കരുത്. അല്ലാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വിഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക്